AC സർവീസിന് വന്നിട്ട് 3 ലക്ഷം രൂപ എടുത്ത് ബില്ല് വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ച് 2019 മോഡൽ ഓഡി Q7 ഡീസലാണ്. വളരെ കുറച്ച് കിലോമീറ്റർ ഓടിയുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ എത്തിയത് ബ്രേക്ക് ഡൗൺ ആയിട്ടാണ്. AC കംപ്രസർ കയറി ജാമായിട്ട് AC കംപ്രസർ അതുപോലെ തന്നെ ബെൽറ്റ് ടെൻഷനർ എല്ലാം കുരുങ്ങിപ്പോയി. ഒത്തിരി സ്പീഡിലല്ലാഞ്ഞുകൊണ്ട് ഫർദർ ഡാമേജുകളൊന്നും സംഭവിച്ചില്ല. സോ ഞങ്ങൾ എസ്റ്റിമേറ്റ് കൊടുത്തു. ആദ്യം തന്നെ ഞങ്ങൾ കസ്റ്റമർക്ക് എസ്റ്റിമേറ്റ് കൊടുത്തു. ഒറിജിനൽ പാർട്സിന്റെ എസ്റ്റിമേറ്റ് ആണ് ആദ്യം കൊടുത്തത്. AC കംപ്രസറിന് 1.25 ലക്ഷം രൂപയോളം വില വരുന്നുണ്ട്. ഇതിനൊരു 80,000 രൂപ വരുന്നുണ്ട്. AC കണ്ടൻസറാണ്. അതുപോലെ തന്നെ വി ബെൽറ്റ് ടെൻഷനർ റോളർ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു 35,000 റുപ്പീസിന് അടുത്ത് വരുന്നുണ്ട്. പിന്നെ AC ഗ്യാസ് മാറണം, കംപ്രസറിന് ഓയിൽ മാറണം. പക്ഷേ ഇതിന്റെ 30% കോസ്റ്റിന് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് മേടിക്കാൻ കിട്ടും. കസ്റ്റമർ പറഞ്ഞ കാര്യം അതേപടി പറഞ്ഞുതരാം. എൻ്റെ വണ്ടിയെ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് ഒന്നും ഇട്ട് കളിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എന്തെല്ലാം മാറുന്നുണ്ടോ അതെല്ലാം ഒറിജിനൽ തന്നെ വേണം. സോ ഞങ്ങൾക്ക് തൃപ്തി ചെയ്ത് തന്നെയാണ്. കാരണം വെച്ചാൽ ടെൻഷൻ ഫ്രീ ആയിട്ട് കസ്റ്റമർ കൊടുക്കാമല്ലോ. പിന്നെ ഒരു കാര്യം, ജർമ്മനിക്ക് മാറുന്ന ഈ ജെനുവിൻ പാർട്സിനെല്ലാം 2 ഇയർ വാറന്റി ഉണ്ട് ഡീലർഷിപ്പിലെ പോലെ തന്നെ. കസ്റ്റമർക്ക് എന്തോ കാര്യം കൊണ്ട് കമ്പനി പോകാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. സോ ഇത് മാറി കഴിയുമ്പോഴത്തേക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 2019 മോഡൽ വണ്ടിയാണ്. വണ്ടിക്ക് ഇപ്പോഴും ഉണ്ട് യൂസ്ഡ് കാർ റീസെയിൽ വാല്യൂ 65 to 70 lakhs. സോ ഇവിടെ സർവീസ് ചെയ്യുന്ന ഒരു 70% കസ്റ്റമർ ഇങ്ങനെ ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. സോ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ജർമ്മനിക്ക് കോട്ടയത്തുണ്ട്. നേരിട്ട് വിളിക്കുക, അപ്പോയിന്റ്മെന്റ് എടുക്കുക, പോരുക.